Good morning. Okay, നമ്മൾ ഇന്നലെ ജസ്റ്റ് ഒന്ന് തുടങ്ങിയല്ലേ ഫോർമുലാസ് ജസ്റ്റ് ഒന്ന് തുടങ്ങി ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. എന്താണ് NAB കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് KPI-യുടെ ഫുൾ ഫോം ആണ് കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്റേഴ്സ് വഴി നമുക്ക് എന്താണ് ഹോസ്പിറ്റലിലെ പെർഫോമൻസ് അളക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തെങ്കിലും മെച്ചപ്പെടുത്തേണ്ട എവിടെയെങ്കിലും ക്ലിനിക്കൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റിന്റെ കാര്യത്തിലായിക്കോട്ടെ, ഏതെങ്കിലും കൊടുക്കുന്ന സർവീസിന്റെ കാര്യത്തിലായിക്കോട്ടെ, അവർക്ക് എന്തെങ്കിലും മെച്ചപ്പെടുത്താനായിട്ടുണ്ടെങ്കിൽ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ വഴി നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഒരു സൈൻ പോസ്റ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത് അല്ലെ. കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റേഴ്സ് സ്വയം അവരുടെ പെർഫോമൻസിന് മെച്ചപ്പെടുത്താനായിട്ട് സാധിക്കില്ല, അതിനൊരു വഴികാട്ടിയായി നിന്നുകൊണ്ട് ഹോസ്പിറ്റലിലെ ഗോൾ അച്ചീവ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്. ഇനി നമ്മൾ നോക്കിയത് എന്താ ഫോർമുലാസ് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? 2 ഫോർമുലാസ് ആണോ എടുത്തിരുന്നത്? ആണോ? 2 ഫോർമുലയാണോ നമ്മൾ ഡിസ്കസ് ചെയ്തത്? 3 ഫോർമുല പറഞ്ഞു അല്ലെ. ഓക്കെ, ഫസ്റ്റ് ഫോർമുല എന്തായിരുന്നു? The time taken for initial assessment അല്ലെ. പ്രാഥമിക വിലയിരുത്തലിന് എടുക്കുന്ന ടൈം എത്രയാണെന്നാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ ഫോർമുല എന്തായിരുന്നു? ഫോർമുല sum of time taken for initial assessment or total number of admission അല്ലെ. എത്ര പേര് അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അവരില് എത്ര പേർക്ക് അല്ലെ അവരുടെ ഡോക്ടർ വന്നു, സോറി രോഗിയെ വാർഡിലേക്ക് എത്തിച്ചു, ആ വാർഡിൽ നിന്ന് രോഗിയെ കൺസൾട്ടേഷൻ വരാനായിട്ട് എടുക്കുന്ന ടൈം, പ്രാഥമിക വിലയിരുത്തലിന് ഡോക്ടേഴ്സിന് എടുക്കുന്ന ടൈം എത്രയാണെന്നാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോ എന്താണ് ഇനീഷ്യൽ അസസ്മെന്റിന് എടുത്ത ടൈം എത്രയാണ്, അതിന്റെ ടോട്ടൽ ടൈം ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് അഡ്മിഷൻസ്, അവിടെ എത്ര പേര് അഡ്മിറ്റ് ആയിട്ടുണ്ട് അവരുടെ ടോട്ടൽ നമ്പർ നമുക്ക് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ടൈം ടേക്കൺ ഫോർ ഇനീഷ്യൽ അസസ്മെന്റിന്റെ ആൻസർ നമുക്ക് അവിടെ കിട്ടും അല്ലെ. ഇനി എന്താ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് പെർ 1000 ഇൻവെസ്റ്റിഗേഷൻസ്. 1000 ലാബ് ടെസ്റ്റുകൾ നടത്തി കഴിയുമ്പോ എന്താണ് എത്ര എണ്ണത്തിനാണ് അവിടെ എറേഴ്സ് വന്നിരിക്കുന്നത്? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ടോട്ടൽ നമ്പർ ഓഫ് റിപ്പോർട്ടിംഗ് എറേഴ്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് number of task performed, okay sorry test performed into 1000. ഒരു 1000 ലാബ് ടെസ്റ്റുകൾ നടത്തി കഴിയുമ്പോൾ എത്ര എണ്ണത്തിന് എറേഴ്സ് വരുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ചെക്ക് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, അതിന്റെ ഫോർമുല എന്തായിരുന്നു ഫോർമുല? ഓർമ്മയുണ്ടോ? ഫോർമുല എന്ന് പറഞ്ഞത് number of reporting errors divided by number of tests performed in 2000 അല്ലെ. ഞാൻ പറഞ്ഞിരുന്നു ഫോർമുലാസ് കറക്റ്റ് ആയിട്ട് പഠിച്ചു വെക്കാട്ടോ, ഏതെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോ എന്തൊക്കെയാണ് അവിടെ പറഞ്ഞത്? 1000 ടെസ്റ്റുകൾ നടത്തി കഴിയുമ്പോൾ എത്ര എണ്ണത്തിന് എറേഴ്സ് വരുന്നുണ്ട് അല്ലെ. 1000 എണ്ണത്തിന് തന്നെ വരണമെന്നില്ല, ചിലപ്പോ പകുതിയാവാം, ചിലപ്പോ ഭാഗം അല്ലെ, ഏതാനും ചിലതിനൊക്കെ ചിലപ്പോ എറേഴ്സ് വരികയുള്ളൂ. ഓക്കെ, അപ്പൊ അവിടെ കൊടുത്തിരിക്കുന്നത് നോക്കി എത്ര എണ്ണത്തിനാണ് എറേഴ്സ് വന്നിരിക്കുന്നത്, അതിന്റെ ടോട്ടൽ നമ്പർ എഴുതാം ഡിവൈഡഡ് ബൈ എത്ര ടെസ്റ്റുകൾ പെർഫോം ചെയ്യുന്നുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻ 2000. ഇനി നെക്സ്റ്റ് എന്താ? പെർസെന്റേജ് ഓഫ് അഡ്ഹറൻസ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് ബൈ സ്റ്റാഫ് വർക്കിംഗ് ഇൻ ഡയഗ്നോസിസ്. ഓക്കെ, അവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? നമുക്ക് ഡയഗ്നോസിസ് സെന്റേഴ്സിൽ അല്ലെ
റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ പേഷ്യൻസ് വരുമ്പോ പേഷ്യൻസിനെ പൊസിഷനിങ് ചെയ്യാനൊക്കെ നമ്മൾ കിടത്തും അല്ലെ. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫുകള് കുറെ കാര്യങ്ങൾ അല്ലെ, അവരുടെ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഏപ്രിൻസ് ധരിക്കണം, ഗ്ലൗസ് ഇടണം, അതുപോലെ തന്നെ ഗൂഗിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങൾ ധരിച്ചിരിക്കണം എന്നാണ് പറയുന്നത്. അപ്പം ചിലപ്പോ ചിലവര് ധരിക്കും, ചിലവര് ധരിക്കില്ല, അങ്ങനെയുള്ള കാര്യങ്ങള്. അപ്പൊ ആ അഡ്ഹറൻസ് എന്ന് പറഞ്ഞാല് പാലിക്കുക, സേഫ്റ്റി പ്രിക്കോഷൻസ്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് പേഷ്യൻസിനെ കൊണ്ടുവരുമ്പോ എത്ര സ്റ്റാഫുകളാണ് ഇങ്ങനെയുള്ള സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിച്ചിരിക്കുന്നത്, അതിന്റെ റേറ്റ് ആണ്, അതിന്റെ പെർസെന്റേജ് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് സ്റ്റാഫ് അഡ്ഹറിംഗ് ടു സേഫ്റ്റി പ്രിക്കോഷൻസ് divided by number of staff audited into 100. എന്താണ് സേഫ്റ്റി പ്രിക്കോഷൻസ് പാലിച്ചിരിക്കുന്ന സ്റ്റാഫുകളുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര സ്റ്റാഫുകളാണ് അവിടെ ടോട്ടൽ ആയിട്ട് വർക്ക് ചെയ്യുന്നത്, അവരുടെ എണ്ണം ഇൻറ്റു 100. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത് നിർത്തിയത്. ഇനി നെക്സ്റ്റ് ആണ് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്. എന്താണ് മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ് എന്ന് പറയുമ്പോൾ എന്തുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്? മെഡിസിനുമായിട്ട് റിലേറ്റ് ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ് അല്ലെ, ഫോർമുലാസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത് അല്ലെ. മെഡിസിൻ എറർ റേറ്റ്, മെഡിസിൻ കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റുകൾ വരുമ്പോ അതിന്റെ റേറ്റ് ആണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എ മെഡിക്കേഷൻ എറർ ഈസ് എനി പ്രിവെന്റബിൾ ഇവന്റ് ദാറ്റ് മേ കോസ് ഓർ ലീഡ് ടു unsuitable medications use or patient harm by the medications is in the control of the healthcare professional, patient or consumer. ഇവിടെ എന്താ പറയുന്നത്? മെഡിക്കേഷൻ എറേഴ്സുകൾ അല്ലെ, മരുന്ന് കൊടുക്കുമ്പോ പിശകുകൾ വരാം അല്ലെ. അപ്പൊ ആ പിശകുകൾ വരുന്നത് നമുക്ക് എങ്ങനെ തടയാനായിട്ട് സാധിക്കുന്നുണ്ട്? മരുന്ന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് എറേഴ്സുകൾ വരുന്നുണ്ട്. എറേഴ്സ് നമുക്ക് എങ്ങനെ തടയാൻ സാധിക്കും? എങ്ങനെയൊക്കെ പറ്റും നമുക്ക്? എങ്ങനെയല്ല നമുക്ക് തടയാൻ പറ്റും? ഓർത്ത് നോക്കിയേ. ഇങ്ങനെയൊക്കെ തടയാം, ശ്രദ്ധിച്ചാൽ തടയാൻ പറ്റുമോ അല്ലെ നമുക്ക്? ഇല്ലേ, ഒരു ശ്രദ്ധ മതിയല്ലേ കറക്റ്റ് ആയിട്ടുള്ള മെഡിക്കേഷൻസ് രോഗികൾക്ക് കൊടുക്കാനായിട്ട്? ഇല്ലേ, നമ്മുടെ ശ്രദ്ധ തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് അല്ല? ആണോ? അത് തന്നെ ചെക്ക് ചെയ്യണം. അപ്പൊ എന്താണ്, കൂടുതൽ ശ്രദ്ധ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തെറ്റുകൾ വരുന്നത് നമുക്ക് തടയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓക്കെ, ഇനി അതുപോലെ തന്നെ എങ്ങനെയെല്ലാം രീതിയിൽ നമുക്ക് പിശകുകൾ വരാം? ഇപ്പോ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ് തന്നെ മരുന്നുകൾ എടുത്തു കൊടുക്കുമ്പോൾ ചിലവര് കാര്യങ്ങളൊക്കെ ധൃതിയിലോ എന്തെങ്കിലും ധൃതിയിലൊക്കെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ ഡോസ് കൂടാം, കുറയാം, അല്ലെങ്കിൽ ടാബ്ലറ്റ് ചിലപ്പോ ഫുള്ളായിട്ട് കൊടുത്തെന്ന് വരാം, പകുതി കൊടുക്കേണ്ട കാര്യങ്ങള് ഫുള്ളായിട്ട് കൊടുത്തെന്ന് വരാം. അപ്പൊ അവരിൽ നിന്ന് തെറ്റുകൾ വരാം. അതുപോലെ തന്നെ പേഷ്യൻസിൽ നിന്ന് വരാം. എങ്ങനെ വരാം? മരുന്നുകൾ തന്നെത്താനെ അവരോട് തന്നെ എടുത്തു കഴിക്കുന്ന പേഷ്യൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവര് ചിലപ്പോ എന്താണ് ഡോസ് കൂട്ടിയും കുറച്ചൊക്കെ കഴിക്കാം. ഇപ്പൊ 5 ml കഴിക്കേണ്ടത് 10 ml കഴിക്കാം, 10 ml കഴിക്കേണ്ടത് 5 ml കഴിക്കാം അല്ലെ. അങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ ചിലപ്പോ കഴിക്കാം. അവർക്ക് അറിയില്ല, മനസ്സിലാവുന്നുണ്ടാവില്ല ചിലപ്പോ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങള്. അതുപോലെ തന്നെ ഇപ്പോ പകുതി കഴിക്കേണ്ട ടാബ്ലറ്റ് ചിലപ്പോ ഫുള്ളായിട്ട് കഴിച്ചെന്ന് വരാം. അപ്പൊ പേഷ്യൻസ് തന്നെ എടുത്ത് കഴിക്കുന്ന പേഷ്യൻസ് ആണെങ്കിൽ അവരും എന്താണ് ഇങ്ങനെ ചെയ്യുമ്പോൾ തെറ്റുകൾ വരാം. അതുപോലെ തന്നെ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസിന്റെ കയ്യിൽ നിന്നും ഇങ്ങനെയുള്ള എറേഴ്സുകൾ സംഭവിക്കാം. ഓക്കെ, അതിന്റെ ഫോർമുല നോക്കിയേ. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് divided by total number of opportunities of medication errors into 100. എന്താണ്, എത്ര എണ്ണത്തിന് നമ്മള്
എത്ര എണ്ണത്തിനാണ് മരുന്ന് പിശകുകൾ വന്നിരിക്കുന്നത് അല്ലെ? അതിന്റെ ടോട്ടൽ നമ്പർ, മരുന്ന് പിശകുകൾ വന്നതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? മരുന്ന് പിശകുകള് വരാനായിട്ടുള്ള സാധ്യതകളുടെ എണ്ണം, അതിന്റെ ടോട്ടൽ നമ്പർ. ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സാധ്യത. ഓക്കെ, അപ്പോ മരുന്ന് പിശകുകൾ വരാനായിട്ടുള്ള സാധ്യതകളുടെ ടോട്ടൽ നമ്പർ ഇൻടു 100 ചെയ്ത് കഴിയുമ്പോൾ ആ റേറ്റ് അവിടെ നമുക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ ഒന്നുകൂടി പറയാം. ടോട്ടൽ നമ്പർ ഓഫ് മെഡിക്കേഷൻ എറേഴ്സ് divided by total number of opportunities of medication errors into 100. എന്താണ്? മരുന്ന് പിശകുകൾ വന്നിരിക്കുന്നതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ മരുന്ന് പിശകുകൾ വരാനായിട്ടുള്ള സാധ്യതകളുടെ എണ്ണം ഇൻടു 100. ക്ലിയർ ആയോ? ഫിഫ്ത് വൺ നോക്കാം കേട്ടോ. Percentage of medication charts with the error on abbreviations. എന്താണ് abbreviations എന്ന് പറഞ്ഞാല്? Abbreviation എന്താണ്? Abbreviation ടെർമിനോളജിയിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ? abbreviation എന്തായിരുന്നു? abbreviation ചുരുക്കി എഴുത്ത് അല്ലെങ്കിൽ എന്താണ്? ഷോർട്ട് ഫോം അല്ലേ? ഓക്കെ, മരുന്നുകൾ അങ്ങനെ ചുരുക്കി എഴുതുമ്പോ, മരുന്നുകളുടെ ആ ചുരുക്കി എഴുത്തിൽ നമ്മൾ എഴുതുമ്പോ തെറ്റുകൾ സംഭവിക്കുന്നതിന്റെ റേറ്റ് ആണ് അല്ലെങ്കിൽ പെർസെന്റേജ് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, എങ്ങനെയെല്ലാം തെറ്റുകൾ സംഭവിക്കാം? ഡോക്ടേഴ്സ് ചാർട്ട് ചെയ്യുമ്പോ അല്ലെ, ഡോക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ഡോക്ടേഴ്സ് എഴുതുന്നത് ചിലപ്പോ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥ വരാം അല്ലെ? നമുക്കറിയാം, ഡോക്ടറെ നമ്മള് കണ്ടു കഴിഞ്ഞ് അവര് ഡിസ്ക്രിപ്ഷൻ നമുക്ക് തരുമ്പോ നമ്മൾ ഇടയ്ക്ക് വായിച്ചു നോക്കാറുണ്ട് അല്ലെ? ചില കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ നോക്കും അല്ലെ? പക്ഷെ ആ കുറിപ്പടിയിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവാറുണ്ടോ? ചില ആളുകൾ ചോദിക്കാറുണ്ടല്ലേ, നീ എന്താണ് ഇങ്ങനെ ഡോക്ടർമാർ എഴുതുന്നത് പോലെ എഴുതിയിരിക്കുന്നത്, ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ എന്ന് പറയാറുണ്ടല്ലേ? ഇല്ലേ? അപ്പൊ എന്താണ് അവര് എഴുതുന്നത്? അബ്രിവിയേഷൻസ് ആണ്, ചുരുക്കി എഴുത്താണ് എഴുതുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ എഴുതുമ്പോ ക്യാപിറ്റൽ ലെറ്റേഴ്സിലൊക്കെ എഴുതണം. അങ്ങനെ എഴുതുമ്പോ അവര് കറക്റ്റ് ആയിട്ട് ചിലപ്പോ എഴുതാത്തൊരു തെറ്റ് വരാം. ചിലപ്പോ മരുന്നുകൾ എടുത്തു കൊടുക്കുമ്പോ തെറ്റുകൾ സംഭവിക്കാം. ഫാർമസിയിലൊക്കെ സ്റ്റാഫുകള് ഡോക്ടേഴ്സിന്റെ എഴുത്തുകൾ കറക്റ്റ് ആയിട്ട്, അക്ഷരങ്ങൾ കറക്റ്റ് ആയിട്ട് അവർക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ മരുന്നുകൾ എടുത്തു കൊടുക്കുന്നതിലും തെറ്റുകൾ സംഭവിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെയെല്ലാം തെറ്റുകൾ വരാം? ഡോക്ടേഴ്സ് ചാർട്ട് ചെയ്യുമ്പോ അല്ലെങ്കിൽ അബ്രിവേഷൻസ് ചാർട്ട് ചെയ്യുമ്പോ തെറ്റുകൾ സംഭവിക്കാം. അതല്ലാതെ തന്നെ മരുന്നുകൾ ഇങ്ങനെ നമ്മള് ഫാർമസിയിലൊക്കെ സ്റ്റാഫുകൾ എടുത്തു കൊടുക്കുമ്പോ ഇവരുടെ അബ്രിവേഷൻ മനസ്സിലാവാതെ എന്ത് ചെയ്യുന്നുണ്ട്? തെറ്റുകൾ സംഭവിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള തെറ്റുകളാണ് ഇതിൽ വരുന്നത്. അതിന്റെ പെർസെന്റേജ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് വിത്ത് എറർ പ്രോൺ അബ്രിവേഷൻസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട്സ് റിപ്പീറ്റഡ് into 100. ഓക്കെ, അബ്രിവേഷൻസ് എഴുതിയതില് അങ്ങനെ ചാർട്ട് ചെയ്തിരിക്കുന്നതില് തെറ്റുകൾ വന്നിരിക്കുന്നതിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര മരുന്നുകൾ ചാർട്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻടു 100. ഓക്കെ, എത്ര എണ്ണത്തില് ചാർട്ട് ചെയ്തതിന്റെ ടോട്ടൽ നമ്പർ, അതാണ് ചാർട്ട് ചെയ്തപ്പോ എത്ര എണ്ണത്തിന് തെറ്റുകൾ വന്നു. ഓക്കെ, അതേ ഇൻടു 100 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ എത്ര എണ്ണത്തിന് ചാർട്ട് ചെയ്തിട്ടുണ്ടോ, എത്ര എണ്ണമാണ് ചാർട്ട് ചെയ്തിരിക്കുന്നത്? മുകളിൽ നിന്ന് അടിയിൽ നിന്ന് മേലേക്ക് പോട്ടോ. നമ്പർ ഓഫ് മെഡിക്കേഷൻ ചാർട്ട് റിവ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? എത്ര എണ്ണം ചാർട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് ചാർട്ട് ചെയ്തതിൽ നിന്ന് എത്ര എണ്ണം തെറ്റുകൾ വന്നിട്ടുണ്ട്, അതാണ് ന്യൂമറേറ്റർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇൻടു 100. ഓക്കെ, വായിച്ചു നോക്കിയേ. 4ഉം 5ഉം ഒന്ന് വായിച്ചു നോക്കാട്ടോ.
ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 6th ഫോർമുല കേട്ടോ. Percentage of inpatient developing adverse drug reaction. Adverse drug reaction is a response to a drug which is toxic and unintentional and which happens and does normally used in man for prophylaxis, diagnosis, and theory of diseases or for the modification of physiological function. എന്താണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറഞ്ഞാല്? എന്താണ് പഠിച്ചിട്ടുണ്ടോ നിങ്ങള്? ഡ്രഗ് റിയാക്ഷൻ എന്തായിരിക്കാം? Adverse drug reaction. മരുന്നിലൂടെയുള്ള റിയാക്ഷൻ ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ഇൻപേഷ്യൻസ് അല്ലെ, കിടത്തി ചികിത്സിക്കുന്ന പേഷ്യൻസിന് ഇങ്ങനെയുള്ള ഡ്രഗ് റിയാക്ഷൻസ് വരാം. ഓക്കെ, ഇങ്ങനെയൊക്കെ വരാം. ഇൻപേഷ്യൻസിന്റെ ബോഡിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? മരുന്നുകള് നമ്മൾ ഇൻജെക്ട് ചെയ്ത് കയറ്റുന്നുണ്ട് അല്ലെ. മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടോക്സിക് ആണെന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ബോഡി റിയാക്ട് ചെയ്യുന്നു. അതിനെയാണ് നമ്മള് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. എന്താണ്? നമ്മള് ഇൻപേഷ്യൻസിന്റെ ബോഡിയിലേക്ക് മരുന്നുകൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ശരീരം ടോക്സിക് ആണെന്ന് വിചാരിച്ചുകൊണ്ട്, ടോക്സിക് എന്ന് പറഞ്ഞാൽ എന്താ? വിഷത്വം അല്ലെ. വിഷമാണെന്ന് വിചാരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ടോക്സിക് ആണെന്ന് വിചാരിച്ചുകൊണ്ട് ബോഡി റിയാക്ട് ചെയ്യുന്നതിനെയാണ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. അത് എങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്? രോഗനിവാരണത്തിനോ രോഗനിർണയത്തിനോ എന്തെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട തെറാപ്പിക്കോ ശാരീരിക പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടോ നോർമലായിട്ട് കൊടുക്കുന്നതാവാം. ഇങ്ങനെയുള്ള മരുന്നുകൾ എങ്ങനെയൊക്കെ കൊടുക്കുന്നുണ്ട്? രോഗനിവാരണത്തിന് വേണ്ടിയിട്ടോ രോഗനിർണയത്തിന് വേണ്ടിയിട്ടോ ഏതെങ്കിലും രോഗവുമായിട്ട് ബന്ധപ്പെട്ട തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ ശാരീരിക പ്രവർത്തനങ്ങളിൽ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടോ നമ്മൾ നോർമലായിട്ട് കൊടുക്കുന്ന മരുന്നുകളാവാം. ബട്ട് അത് എന്ത് വിചാരിക്കുന്നുണ്ട്? അവരുടെ ശരീരം ബോഡി ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, അതിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഇങ്ങനെയുള്ള റിയാക്ഷൻസ് സംഭവിക്കുന്നത്. മനസ്സിലായോ? ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയാം, അലർജി വരുന്നത്, ചൊറിച്ചില്, അതുപോലെ തന്നെ ഛർദി വരിക, മേത്തൊക്കെ തടിച്ചു പൊന്ത, അങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നത് എന്താണ്? ശരീരം ടോക്സിക് ആണെന്ന് വിചാരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ ശരീരം റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലെ. ഓക്കെ, ഇപ്പൊ ചില കിടപ്പ് രോഗികൾക്കൊക്കെ അവര് മരുന്നുകൾ മാറ്റുമ്പോ ടെസ്റ്റ് ഡോസ് കൊടുക്കാറുണ്ട് ഇല്ലേ? കൊടുക്കാറുണ്ടോ? ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ ടെസ്റ്റ് ഡോസ് കൊടുത്തിട്ടുള്ളത്? നിങ്ങളുടെ അപ്പന്മാർക്കോ അമ്മമാർക്കൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിട്ടുള്ള സാഹചര്യത്തിലൊക്കെ അവരെന്ത് ചെയ്യും? മുതിർന്നവർക്ക് മാത്രമല്ല കേട്ടോ, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ട്. അപ്പം അവരാദ്യം ഒരു ടെസ്റ്റ് ഡോസ് കൊടുക്കും. ആ ടെസ്റ്റ് ഡോസ് ഇങ്ങനെ തൊലിപ്പുറത്താണ് അവർ ചെയ്യുന്നത്. എന്നിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ പറയും എന്തെങ്കിലും റിയാക്ഷൻസോ അങ്ങനെ തടിച്ചു പോകുന്നല്ലോ അങ്ങനെ ചൊറിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയാൻ പറയും. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ മരുന്നുകള് ഇവരുടെ ശരീരത്തിലേക്ക് കയറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും അലർജി ഉണ്ടാകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പൊ അതാണ് ഇവിടെ കൊടുക്കുന്നത്. നമ്മളിങ്ങനെ ശരീരത്തിലേക്ക് മരുന്നുകൾ കൊടുത്തു കഴിയുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വരികയാണെങ്കിൽ അല്ലെ, ഛർദിയോ അലർജിയോ തടിച്ചു പൊന്തലോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മള് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ കൊടുക്കുന്നത് ഇതിനൊക്കെ ആവാം, രോഗനിവാരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ രോഗനിർണയിക്കുന്നതിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും തെറാപ്പിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും ഈ പ്രവർത്തനങ്ങൾ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടോ ഒക്കെ ആവാം ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കുന്നത്. പക്ഷെ ശരീരം എന്ത് വിചാരിക്കുന്നുണ്ട്? ടോക്സിക് ആണെന്ന് വിചാരിച്ചുകൊണ്ട് റിയാക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ,
അതിന്റെ ഫോർമുല നോക്കാം കേട്ടോ. ഫോർമുല നോക്കിയേ. നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഇൻടു 100. എങ്ങനെയാണ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? നമ്പർ ഓഫ് ഇൻപേഷ്യന്റ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ അല്ലെ, എത്ര പേര് അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അഡ്മിറ്റ് ആയവർക്ക് എല്ലാവർക്കും ഇങ്ങനെയുള്ള അലർജീസ് വരണമെന്നുണ്ടോ? ഇല്ല അല്ലെ, ഏതാനും ചിലർക്ക് ഇങ്ങനെയുള്ള അലർജീസ് വരുള്ളൂ അല്ലെ. അപ്പൊ എത്ര പേര്, എത്ര ഇൻപേഷ്യൻസ് ഉണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ ന്യൂമറേറ്റർ ആയിട്ട് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ഇൻപേഷ്യൻസ് ഡെവലപ്പിംഗ് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ. ഇനി ഇതിൽ എത്ര പേർക്ക് ഇങ്ങനെയുള്ള മരുന്നുകൾ കൊടുത്തപ്പോ അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അവരുടെ ടോട്ടൽ നമ്പർ ഇൻടു 100. ഓക്കെ, അപ്പൊ ഇൻപേഷ്യൻസിന് എത്ര പേർക്ക് ഡ്രഗ് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് ഡിവൈഡഡ് ബൈ എത്ര പേര് അവിടെ അഡ്മിറ്റ് ആയിട്ടുണ്ട്, അതിന്റെ ടോട്ടൽ നമ്പർ ഇൻടു 100. ക്ലിയർ ആണോ? നെക്സ്റ്റ് ആണ് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. ഓക്കെ, എന്താ OT എന്ന് പറഞ്ഞ? OT എന്താ? ഓപ്പറേഷൻ തിയേറ്റർ. ഓക്കെ, ഓപ്പറേഷൻ തിയേറ്റർ ആണ് അല്ലെ OT എന്ന് പറയുമ്പോ. ഓക്കെ, അപ്പൊ അതിന്റെ പെർസെന്റേജ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് അൺപ്ലാൻഡ് എന്താണ്, ആസൂത്രണം ചെയ്യാതെ വന്നിരിക്കുന്ന എന്താണ് തിരിച്ചുവരവ്, റിട്ടേൺ എന്നാണ് പറയുന്നത് അല്ലെ. ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെയുള്ള തിരിച്ചുവരവാണ് നമ്മൾ ഇനി കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിന്റെ റേറ്റ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അൺപ്ലാൻഡ് റിട്ടേൺ ടു OT is defined as any secondary procedure needed for a complications that results directly from the index operations during the same admission. For example, post-operative bleeding, debridement, secondary suturing, embolectomy, evaluation under anesthesia, etc. ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഏത് റേറ്റ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ വരുന്ന തിരിച്ചുവരവ്, അതിന്റെ കാൽക്കുലേഷൻ ആണ്, അതിന്റെ റേറ്റ് ആണ് നമ്മൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഒരു രോഗി ഓപ്പറേഷന് വിധേയമാക്കിയതിനു ശേഷം അദ്ദേഹത്തിന് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്? സെക്കൻഡറി പ്രൊസീജിയറുമായിട്ട് ബന്ധപ്പെട്ട ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ ബ്ലീഡിങ് അല്ലെ, ബ്ലീഡിങ് ഉണ്ടാവാം അല്ലെ. പിന്നെ അതുപോലെ തന്നെ എന്താ ഡീബ്രീഡിമെന്റ് എന്ന് പറയുമ്പോൾ അൺഹെൽത്തി ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. ഓക്കെ, ഡീബ്രീഡിമെന്റ് മീൻസ് അൺഹെൽത്തി ടിഷ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യുന്ന പ്രൊസീജിയർ, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പിന്നെന്താ സെക്കൻഡറി സ്വിച്ചറിങ്. സ്വിച്ചറിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മുറിവുകൾ ഓപ്പറേഷൻ ഒക്കെ കഴിയുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യും അല്ലെ, സ്റ്റിച്ച് ഇടും. സ്റ്റിച്ച് ചിലപ്പോൾ പഴുക്കാം, അല്ലെങ്കിൽ സ്റ്റിച്ച് പൊട്ടിപ്പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ എന്താണ് എമർജൻസി ആയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. എംബലോക്ടമി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസില് എന്തെങ്കിലും ബ്ലോക്ക് ഉണ്ടാവുകയോ അത് നീക്കം ചെയ്യുന്ന പ്രൊസീജിയർ. ബ്ലഡ് വെസൽസിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടായിട്ട് നീക്കം ചെയ്യുന്ന പ്രൊസീജിയർ ആണ് എംബലോക്ടമി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എവിടേക്ക് കൊണ്ടുവരുന്നുണ്ട്? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പിന്നെ അനസ്തേഷ്യ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻസിനെ വിലയിരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കൊണ്ടുപോവാം. ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനെയുള്ള കാരണങ്ങളാലാണ് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് നമ്മൾ പ്ലാൻ ചെയ്യാതെ വരുന്ന തിരിച്ചുവരവ് എന്ന് പറയുന്നത് കേട്ടോ. അതിന്റെ റീസൺസ് ആണ് അവിടെ എക്സാമ്പിൾ സഹിതം അവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിന്റെ ഫോർമുല അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ്?
number of unplanned return to OT divided by number of patients who underwent surgeries in the OT into 100. അപ്പൊ എന്താ അവിടെ കൊടുത്തിരിക്കുന്നത്? നമ്പർ ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT അല്ലെ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം. ഓക്കെ, അൺപ്ലാൻഡ് ചെയ്യാത്ത അല്ലെ, അൺപ്ലാൻഡ് ആയിട്ട് വരുന്ന അല്ലെ, പ്ലാൻ ചെയ്യാതെ വരുന്ന പേഷ്യൻസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് പേഷ്യൻസ് ഹു underwent surgeries in the operation theater. എന്താണ്? സർജറിക്ക് വിധേയമാക്കിയവരുടെ ടോട്ടൽ നമ്പർ, അവരുടെ എണ്ണം ഇൻറ്റു 100 ചെയ്യുമ്പോൾ നമുക്ക് ആ റേറ്റ് കിട്ടും. ഓക്കെ, സർജറിക്ക് വിധേയമാക്കിയിട്ട് എന്താണ് ഇങ്ങനെയുള്ള ചിലപ്പോ സ്റ്റിച്ച് പൊട്ടാം, പഴുക്കാം അല്ലെ, എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് അത് പ്ലാൻ ചെയ്യാതെ പിന്നെയും നമ്മൾ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അല്ലെ. അപ്പൊ അതാണ് ആ റേറ്റ് ആണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്താ പറയുന്നത്? ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പ്ലാൻ ചെയ്യാതെ വരുന്ന പേഷ്യൻസിന്റെ എണ്ണം, ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ സർജറിക്ക് വിധേയമാക്കിയവർ എത്ര എണ്ണമാണുള്ളത്, അവരുടെ ടോട്ടൽ നമ്പർ ഇൻറ്റു 100. ഓക്കെ, 6ഉം 7ഉം ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ, മിസ് മാർക്ക് ചെയ്ത് തന്നിട്ടില്ല അല്ലെ? മാർക്ക് ചെയ്ത് തരാം കേട്ടോ. അത് വായിച്ചു കഴിയുമ്പോൾ പറഞ്ഞാൽ മതി, കറക്റ്റ് ആയിട്ട് മനസ്സിലേക്കൊന്ന് വായിക്കാം. 7 വരെയുള്ള ഫോർമുലാസിൽ മിസ് ഒന്ന് മാർക്ക് ചെയ്ത് തരാം കേട്ടോ. ഓക്കെ, ഇപ്പൊ ഫസ്റ്റ് പോർഷൻ എടുക്കാം കേട്ടോ. ഫോർമുലയുടെ ഫസ്റ്റ് പോർഷൻ എടുക്കാം, മാർക്ക് ചെയ്ത് തരാം കേട്ടോ. ഫസ്റ്റ് ഫോർമുല മാർക്ക് ചെയ്തോളൂ. ഫസ്റ്റ് വൺ, the time taken for initial assessment. Important ആണ്. The time taken for initial assessment. Next one, medication errors rate. Formula 4.
ഫോർത്ത് വൺ കേട്ടോ, 1 and 4. ഫസ്റ്റ് പേജില് 1 ഉം 4 ഉം. മെഡിക്കേഷൻ എറേഴ്സ് റേറ്റ്. അതുപോലെ 7th വൺ നമ്മളിപ്പോ പറഞ്ഞത് പെർസെന്റേജ് ഓഫ് അൺപ്ലാൻഡ് റിട്ടേൺ ടു OT. Percentage of unplanned return to OT. Okay, underline ചെയ്തോ, മാർക്ക് ചെയ്ത് വെച്ചോ? ഓക്കെ, ഇനി നെക്സ്റ്റ് നോക്കാം കേട്ടോ. 8th വൺ ആണ് ഇനി പറയാൻ പോകുന്നത്. 7th വരെ നമ്മൾ പറഞ്ഞു നിർത്തി. 8th വൺ നോക്കാം. Percentage of surgeries were the organization's procedure to prevent adverse events like wrong site, wrong patient, and wrong surgery have been adhered to. ഇവിടെ പറയുന്നത് എന്താ, ഈ ചില ടൈമില് സർജറിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ സർജറി ചെയ്യുമ്പോൾ ചില ന്യൂസുകളൊക്കെ വന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും, കേട്ടിട്ടുണ്ടാവും നിങ്ങള്. ഇപ്പൊ ഒരു ഡോക്ടർ സർജറി ചെയ്യേണ്ട രോഗിയല്ല സർജറി ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു രോഗിയുടെ ലെഫ്റ്റ് കയ്യിൽ ചെയ്യേണ്ട സർജറി റൈറ്റ് ഹാൻഡിൽ ചെയ്തു എന്നുള്ളത്, അല്ലെങ്കിൽ റൈറ്റ് ലെഗിൽ ചെയ്യേണ്ട സർജറി ലെഫ്റ്റ് ലെഗിൽ ചെയ്തു എന്നുള്ളത് ചില വാർത്തകളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടല്ലേ. എങ്ങനെ ഇല്ലേ, റോങ് ആയിട്ട് നടക്കുന്ന കാര്യങ്ങള് ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ട് സർജറി ചെയ്യുമ്പോ റോങ് ആയിട്ട് വരുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട് അല്ലെ. ഇപ്പൊ ഒരു രോഗിയെ സർജറി ചെയ്യേണ്ട രോഗിയെ സർജറി ചെയ്യാണ്ട് വേറൊരു രോഗിക്ക് സർജറി ചെയ്തു, അങ്ങനെ കേട്ടിട്ടുണ്ട് നമ്മള്. അതുപോലെ തന്നെ ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് റൈറ്റ് ഹാൻഡിൽ ചെയ്തു എന്നുള്ളത്, അങ്ങനെയുള്ള പല വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ റേറ്റ് ആണ് നമ്മൾ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്താ, ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യേണ്ടത് ചിലപ്പോൾ റൈറ്റ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ സർജറി ചെയ്തത് ചിലപ്പോൾ മാറിപ്പോവാം. ഓക്കെ, അപ്പൊ അതിന്റെ റേറ്റ് അതാണ് ഇവിടെ കാൽക്കുലേറ്റ് നമ്മൾ ചെയ്യുന്നത്. ഫോർമുല നോക്കാം. നമ്പർ ഓഫ് സർജറീസ് were producer as was as followed divided by number of surgeries performed into 100. എന്താ, number of surgeries for the producer was as followed divided by number of surgeries performed into 100. എന്താ ഇവിടെ പറയുന്നത്, തെറ്റായിട്ടുള്ള പ്രൊസീജിയറിൽ കൂടി സർജറി നടത്തിയിട്ടുള്ള അല്ലെ, സർജറി നടത്തിയതിന്റെ ടോട്ടൽ നമ്പർ, ലെഫ്റ്റ് ഹാൻഡിൽ ചെയ്യുന്നത് റൈറ്റ് ഹാൻഡിൽ ചെയ്തു അല്ലെ, അതെങ്ങനെയാണ് തെറ്റായ പ്രൊസീജിയറിൽ കൂടിയാണ് നടത്തിയിരിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയുള്ളതിന്റെ റേറ്റ്, എത്ര എണ്ണത്തില് തെറ്റ് വന്നിട്ടുണ്ട് അതിന്റെ റേറ്റ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സർജറീസ് പെർഫോംഡ്, എത്ര സർജറിയാണ് പെർഫോം ചെയ്തിട്ടുള്ളത്, അതിൽ എത്ര എണ്ണത്തിന് തെറ്റുകൾ വന്നിട്ടുണ്ട്, അത് ഇൻടു 100. ക്ലിയർ ആയോ? ഓക്കെ, എത്ര എണ്ണത്തില് തെറ്റ് വന്നിട്ടുണ്ട്, തെറ്റായ പ്രൊസീജിയറിൽ കൂടി ചെയ്തിട്ടുള്ള സർജറീസിന്റെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര സർജറീസ് അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ ഇൻടു 100. ക്ലിയർ ആണോ 8th ഫോർമുല? നെക്സ്റ്റ് നോക്കിയേ, പെർസെന്റേജ് ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ. എന്താണ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ? നമ്മൾ ബ്ലഡ് ബാങ്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും. ഓർമ്മയുണ്ടോ ബ്ലഡ് ബാങ്ക്? ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. ഓക്കെ, എന്താണ് ബ്ലഡ് കമ്പോണൻസ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കാം? ആ വ്യക്തിയിലെ ബോഡിയില് റിയാക്ഷൻസ് ഉണ്ടാവാം അല്ലെ. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ബ്ലഡ് കമ്പോണൻസ് ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരാളിലേക്ക് നമ്മൾ
ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആ വ്യക്തിയിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ബോഡിയിൽ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോണർ ഉണ്ടാവും, അതുപോലെ തന്നെ ട്രാൻസ്ഫർ അല്ലെ. ഡോണർ എന്ന് പറയുന്നത് ഡോണറിൽ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്? റെസിപ്പിയന്റ് ബോഡിയിലേക്ക് ബ്ലഡുകള് ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലെ. അതിനെയാണ് ട്രാൻസ്ഫ്യൂഷൻ എന്ന് പറയുന്നത്. ബ്ലഡ് ബാങ്കിൽ പഠിച്ചിട്ടുണ്ട് നമ്മള്, ഓർമ്മയുണ്ടോ? ഓക്കെ, അപ്പോ അനുയോജ്യമല്ലാത്ത ബ്ലഡുകളാണ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? അനുയോജ്യമല്ലാത്ത ബ്ലഡുകളാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ എന്തുണ്ടാവും? മറ്റൊരാളുടെ ബോഡിയിൽ എന്ത് സംഭവിക്കുന്നുണ്ട്? റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അതിന്റെ പെർസെന്റേജ് ആണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി hostile reaction to the transfusion of blood or blood component should be considered as transfusion reaction. It may range from a mild allergic reactions, including chill recourse, to life-threatening complications such as Charlie and graft versus host diseases. ഓക്കെ, നമ്മൾ പറഞ്ഞു അനുയോജ്യമല്ലാത്ത ബ്ലഡുകളാണ് നമ്മൾ മറ്റൊരാളുടെ ശരീരത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ആളുടെ ശരീരം റിയാക്ട് ചെയ്യുന്നുണ്ട് അല്ലെ. എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നത്? എങ്ങനെയായിരിക്കാം? അലർജീസ് ഉണ്ടാവാം അല്ലെ, അലർജീസ് ആയിട്ട് പ്രതികരിക്കാം. അല്ലെങ്കിൽ എന്താ, ഇങ്ങനെ അവർക്ക് ചിലപ്പോ ആദ്യം ഒക്കെ ഒരു തണുപ്പ് അനുഭവപ്പെടാം, പിന്നീട് അത് അലർജി ആയ ഒരു വിറയലിലോട്ടൊക്കെ പോവാം. അങ്ങനെയുള്ള ഒരു റിയാക്ഷൻ സംഭവിക്കുന്നുണ്ട്. അത് ലൈഫ് ത്രെട്ടനിങ് കോംപ്ലിക്കേഷൻസ് വരെ സംഭവിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇനി അതിനൊരു എക്സാമ്പിൾ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ചാലി ആൻഡ് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ്. ട്രാലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി. അവിടെ എഴുതി വെക്കുക കേട്ടോ. ട്രാലിയുടെ ഫുൾ ഫോം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് അപ്പുറത്തെ പേജിലോ ഏതെങ്കിലും ഒരു സൈഡിൽ എഴുതി വെക്കുക കേട്ടോ. ട്രാലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് acute lung injury. Transfusion related acute lung injury. Lung, L-U-N-G, lung injury. Okay. ട്രാലി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ലങ്സിൽ പെട്ടെന്ന് ഉണ്ടാകുന്ന ഇഞ്ചുറീസിനെയാണ് നമ്മള് ഈ ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ലങ് ഇഞ്ചുറി എന്ന് പറയുന്നത് കേട്ടോ. ട്രാലി എന്ന് പറയുന്നത് ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ആ സമയത്ത് പെട്ടെന്ന് ഉണ്ടാകുന്ന ലങ്സിന് പെട്ടെന്ന് വരുന്ന ഒരു ഇഞ്ചുറിയാണ് കേട്ടോ. ലങ്ങില് എക്സസ് ആയിട്ടുള്ള ഫ്ലൂയിഡ്സ് അടിഞ്ഞുകൂടി കിടക്കുന്ന ഒരു അവസ്ഥ, അതിനെയാണ് നമ്മള് ട്രാലി എന്ന് പറയുന്നത്. ട്രാൻസ്ഫ്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ലങ്സിൽ പെട്ടെന്നുണ്ടാകുന്ന ഒരു ഇഞ്ചുറിയാണ് ട്രാലി എന്ന് പറയുന്നത്. ട്രാൻസ്ഫ്യൂഷൻ റിലേറ്റഡ് അക്യൂട്ട് ഇഞ്ചുറി. ഇനി അതുപോലെ തന്നെയുണ്ട് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ്. GVHD അതിന്റെ ഷോർട്ട് ഫോം ആണ് കേട്ടോ. GVHD എന്ന് പറഞ്ഞാല് ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് എന്ന് പറഞ്ഞാല് നിങ്ങൾ ഈ മജ്ജ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയ കേട്ടിട്ടുണ്ടോ? മജ്ജ മാറ്റിവെക്കുന്നത് ഉണ്ട്. ഓക്കെ, മറ്റൊരാളുടെ കയ്യിൽ നിന്നും നമ്മള് സ്റ്റെം സെൽസ് എടുത്തിട്ടാണ് അല്ലെ നമ്മള് വേറൊരാളിലേക്ക് വെക്കുന്നത് അല്ലെ. ആ സ്റ്റെം സെൽസ് സ്വീകരിക്കുമ്പോ അത് നമ്മുടേതല്ല എന്ന് തിരിച്ചറിഞ്ഞ് ശരീരം തിരിച്ചറിഞ്ഞിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരവസ്ഥ. മനസ്സിലായോ? മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഈ സ്റ്റെം സെൽസ് സ്വീകരിക്കുമ്പോ ശരീരം എന്തറിയുന്നുണ്ട്, ഇത് നമ്മുടേതല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ശരീരം അറ്റാക്ക് ചെയ്യുന്ന ഒരു അവസ്ഥേനെയാണ് എന്തെന്ന് പറയുന്നത്? ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ് എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരാളുടെ കയ്യിൽ നിന്ന് ഈ സ്റ്റെം സെൽസ് സ്വീകരിക്കുമ്പോ അത് നമ്മുടെ അല്ല എന്ന് തിരിച്ചറിഞ്ഞ്
അവരുടെ ശരീരം അറ്റാക്ക് ചെയ്യുന്നു. മജ്ജമാറ്റവെക്കൽ ശാസ്ത്രക്രിയയ്ക്ക് ശേഷം ഉണ്ടാകുന്ന കോംപ്ലിക്കേഷൻ ആണ് എന്ത്? ഗ്രാഫ്റ്റ് വേഴ്സസ് ഹോസ്റ്റ് ഡിസീസസ്. ഓക്കെ, അതിന്റെ ഫോർമുല നോക്കാം കേട്ടോ. നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് യൂണിറ്റ്സ് ട്രാൻസ്ഫേർഡ് into 100. Number of transfusion reactions divided by number of units transferred divided by into 100. എന്താണ് നമ്പർ ഓഫ് ട്രാൻസ്ഫ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാല് എത്ര റിയാക്ഷൻസ് ഇങ്ങനെ ബ്ലഡ് ട്രാൻസ്ഫർ ചെയ്തത് കൊണ്ട് തന്നെ എത്ര പേർക്ക് ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേർക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട് അതിന്റെ ടോട്ടൽ നമ്പർ into 100. ഓക്കെ, എത്ര പേർക്ക് റിയാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട് അവരുടെ ടോട്ടൽ നമ്പർ ഡിവൈഡഡ് ബൈ എത്ര പേർക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരിക്കുന്നത് അതിന്റെ നമ്പർ into 100. വായിച്ചു നോക്കി, 8ഉം 9ഉം ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. നെക്സ്റ്റ് ആണ് എന്ത്? സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU. എന്താണ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാല്? മോർട്ടാലിറ്റി റേറ്റ് ഇതായിരിക്കാം. ഡെത്ത് റേറ്റ് അല്ലെങ്കിൽ മരണനിരക്ക് എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലെ. മോർട്ടാലിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്റ്റാൻഡർഡൈസ്ഡ് മോർട്ടാലിറ്റി റേഷ്യോ ഫോർ ICU അല്ലെ. ICUല് ഫോം ചെയ്തിട്ടുള്ള മരണനിരക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇനി നമ്മൾ അടുത്ത ഈ ഫോർമുലയിൽ നോക്കാൻ പോകുന്നത് കേട്ടോ. 10th ഫോർമുലയാണ്. എന്താണ്? ICUല് ഫോം ചെയ്തിട്ടുള്ള മരണനിരക്ക് എത്രത്തോളം ഉണ്ട്. Standardized mortality ratio
is the ratio of the perceived or actual mortality and the anticipated mortality for the specific time period. എന്താ പറയുന്നത്? ഈ രണ്ട് കാര്യങ്ങൾ അവിടെ കൊടുത്തിട്ടുണ്ട്. ആക്ച്വൽ മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്, ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി റേറ്റ് ഉണ്ട്. ആക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തില്, ഓക്കെ, ഇപ്പോ എക്സാമ്പിൾ പറയാം, ഇപ്പൊ ICUവിൽ സീരിയസ് ആയിട്ട് കിടക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ എന്താണ്, നമുക്ക് മരിക്കും എന്നുള്ളത് ഉറപ്പുണ്ട് അല്ലെ, സീരിയസ് ആണ് അല്ലെ, നമുക്ക് ചിലപ്പോ അതിൽ നിന്ന് അതിജീവിക്കാം, അല്ലെങ്കിൽ എന്താണ് ചിലപ്പോ മരണപ്പെടാം അല്ലെ, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ എന്താ ഈ പ്രതീക്ഷിച്ചിട്ടുള്ള ആന്റിസിപ്പേറ്റഡ് ആയിട്ടുള്ള മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ വെന്റിലേറ്ററിൽ കിടക്കുന്ന രോഗികള് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കാര്യമാണ് അല്ലെ, വെന്റിലേറ്റർ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് മരിക്കാം എന്നുള്ളത് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. അപ്പൊ ആക്ച്വൽ ഡെത്തും ഉണ്ട്, അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് മോർട്ടാലിറ്റി റേറ്റും ഉണ്ട്. ആക്ച്വൽ എന്ന് പറഞ്ഞാൽ എന്താണ്, യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ICUവിൽ കിടക്കുന്ന പേഷ്യന്റ് സീരിയസ് ആണ് എന്നുള്ളത്, ചിലപ്പോൾ മരിക്കാം, അല്ലെങ്കിൽ എന്താണ് അതിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കാം, അല്ലെങ്കിൽ റിക്കവർ ആകാം എന്നുള്ളത് നമുക്ക് വിലയിരുത്താനായിട്ട് പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ആന്റിസിപ്പേറ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, പ്രതീക്ഷിക്കാവുന്നതാണ് അല്ലെ, വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റ് അത് മരിക്കും, കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിക്കും എന്നുള്ളത് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഇനി അതിന്റെ ഫോർമുല നോക്കിയേ, ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ predicted death in ICU into 100. ഓക്കെ, എന്താണ് ആക്ച്വൽ ഡെത്ത്, യഥാർത്ഥത്തില് മരിക്കുന്ന അല്ലെ ICUവിൽ ഉള്ള ആ മരണനിരക്ക്, മരണ റേറ്റ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഡിവൈഡഡ് ബൈ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ളത് അല്ലെ, നമ്മള് എന്താണ് പ്രതീക്ഷിക്കുന്ന കാര്യങ്ങള്, എന്താണ് വെന്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യന്റ് വെന്റിലേറ്റർ ഊരി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരണം സംഭവിക്കും എന്നുള്ളത് into 100. അപ്പൊ ICUവിൽ ഫോം ചെയ്തിട്ടുള്ള മരണനിരക്ക് എത്രത്തോളം ഉണ്ട്, ഇതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ആക്ച്വൽ ഡെത്ത് ഇൻ ICU ഡിവൈഡഡ് ബൈ പ്രെഡിക്റ്റഡ് ഡെത്ത് ഇൻ ICU into 100. ക്ലിയർ ആയോ? യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതും അതുപോലെ തന്നെ പ്രെഡിക്റ്റഡ് ആയിട്ടുള്ളതും പ്രതീക്ഷിക്കാവുന്ന മരണങ്ങൾ. ഓക്കെ, വായിച്ചു നോക്കി, എത്ര എടുക്കുന്നുള്ളൂ കേട്ടോ മിസ്, 10 വരെ എടുക്കുന്നുള്ളൂ. അത് വായിച്ചു കഴിഞ്ഞാൽ പറയാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാർക്ക് ചെയ്ത് തരാം. ഓക്കെ, അണ്ടർലൈൻ ചെയ്തോളൂ കേട്ടോ. നമ്മള് 7 വരെ നമ്മള് അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. 8, 9, 10 ആണ് എടുത്തത്. അതില് 8 ഇല്ല, 9ഉം 10ഉം മാർക്ക് ചെയ്ത് വെക്കാം കേട്ടോ. 9, 10 ആദ്യം മുതൽ ഒന്നുകൂടി പറയാം, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്പേഴ്സ് കേട്ടോ. 1, 4, 1, 4, 7, 9, 10. Okay, 1, 4, 7, 9, 10. മാർക്ക് ചെയ്തോ? ഓക്കെ, അപ്പോ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം കേട്ടോ. ഇത്രയും വരെ 10 എണ്ണമാണ് എടുത്തിരിക്കുന്നത്. അത് കൃത്യമായിട്ട് വായിച്ചു നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.